ഈ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. ശ്രീ അനിൽകുമാർ ഉരുണ്ട് കളിക്കുന്നത് പോലെ ഉരുണ്ട് കളിക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കേരളത്തിലെ SNDPയുടെ നേതാവ് കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച വർഗീയതയാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് ശ്രീ സുകുമാരൻ നായർ അതിനോട് ചേർന്നുകൊണ്ട് വ്യക്തിപരമായ വിമർശനം ശ്രീ VD സതീശനെതിരെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിനെ തള്ളി പറയുന്നു. പക്ഷേ അതുമാത്രമായി ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അഭിപ്രായത്തിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല. ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞല്ലോ, എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്, എല്ലാവർക്കും എന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല, പക്ഷെ വർഗീയതയെ ഞാൻ എതിർക്കും. വർഗീയത എതിർക്കുക എന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോളിസിയാണ്, പൊളിറ്റിക്സ് ആണ്. അതിനെന്താ പ്രശ്നമുള്ളത്? AP അബൂബക്കർ മുസ്ലിയാർ സംഘടിപ്പിച്ച വേദിക്കകത്ത് കൊണ്ട് ശ്രീ VD സതീശൻ 1 മണിക്കൂർ നേരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം കേട്ടതിന് ശേഷം പച്ചയ്ക്ക് പറഞ്ഞു മതേതരത്വം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ വർഗീയ വിഷയവുമായി കുറെ കാലമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ച് പൂമാലയിട്ട് പൊന്നാടയിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞതിന് എന്തിനാണ് രോഷം? ഞാൻ ചോദിക്കട്ടെ അനിൽകുമാറിനോട്, ഈ വെള്ളാപ്പള്ളി ഞാൻ കോഴിക്കോട്ടുകാരനാ, കോഴിക്കോട്ടെ മാൻഹോളിന്റെ അകത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായ നൌഷാദ് 2 അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണപ്പെട്ടപ്പോൾ കേരളം മുഴുവനായിക്കൊണ്ട് നൌഷാദിന്റെ ഒരു പ്രവൃത്തിക്ക് നേരെ അനുകൂലിച്ചു നിന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ സഹായവും അദ്ദേഹത്തിന്റെ മനസ്സിനെ അഭിനന്ദിച്ച സമയത്ത് കേരളത്തിൽ ഒറ്റ മനുഷ്യൻ മാത്രമേ അതിനകത്ത് വർഗീയത കണ്ടിട്ടുള്ളൂ. ആ മനുഷ്യന്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങൾക്ക് അത്ഭുതമില്ല, കാരണം വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ് തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ സഖ്യകക്ഷിയാണ്, PDJS ആണ്. അതുകൊണ്ട് അവരൊരുമിച്ച് ഒരു വർഗീയത പറയുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ പറയും, എന്താ സംശയമുള്ളത്? അതിന് സമാനമായ പൊളിറ്റിക്സ് കേരളത്തിലെ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, 4 ദിവസം മുമ്പാണ് AK ബാലൻ എന്ന് പറയുന്ന സ്ഥിരം ന്യായീകരണ സ്വഭാവമുള്ള സഖാവ് പറഞ്ഞത്, നാളെ UDFന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിക്കുക എന്ന് മാത്രമല്ല മാറാടുകൾ ആവർത്തിക്കപ്പെടും എന്ന് പറഞ്ഞു. ഗോവിന്ദ മാഷ് അതിനെ തള്ളി പറഞ്ഞപ്പോൾ അതിനെ ഓൺ ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ അതിനെ പിണറായി വിജയൻ അത് പറയാനുള്ള അധികാരമില്ല എന്ന് പറയുന്നതിന് എന്താ പ്രയാസമുള്ളത്? ഞങ്ങൾ ആവർത്തിച്ചു പറയും. അതിന് ആരെങ്കിലും VD സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ധൈര്യം ആര് പറഞ്ഞാലും ശരി, അതിനോട് ഞങ്ങൾ അത് അപ്പോൾ KPC അധ്യക്ഷന്റെ മൗനമോ മറ്റോ അല്ല, അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി. രമേശ് ചെന്നിത്തല എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നുണ്ടോ? KC വേണുഗോപാൽ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് VD സതീശന്റെ എന്തോ ഒരു സൂക്കേടാണ് എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി അതിനെ വിശദീകരിക്കുന്നത്. ജിൻസെ, വെള്ളാപ്പള്ളി എന്തു പറയുന്നു എന്നുള്ളതല്ല, KC വേണുഗോപാൽ വന്നുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വർഗീയവാദി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഇനി ആ പ്രസംഗത്തിനകത്ത് ശ്രീ VD സതീശൻ വെള്ളാപ്പള്ളി എന്ന പേര് പോലും പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിക്കാണ് മറുപടി പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി 1 മണിക്കൂർ നേരം ആളുകളെ മതേതരത്വം പഠിപ്പിച്ച സമയത്ത് ഈ മതേതരത്വം പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം ഒരു മതേതരവാദിയാകണം, ഇത് പറഞ്ഞാൽ പോരാ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഓർമ്മപ്പെടുത്തിയത്. അവിടെ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. വെള്ളാപ്പള്ളിയാണ് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഭ്രാന്താണ്, ഊളംപാറയിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നു. തിരിച്ചു മറുപടി ഞങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ യൂത്ത് കോൺഗ്രസോ ഞങ്ങൾ KSU പിറ്റേ ദിവസം വെള്ളാപ്പള്ളിക്കെതിരെ പ്രകടനവുമായി വന്നോ? അത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDPയുടെ നേതാവ് R ശങ്കരനെ പോലെയുള്ള മഹാരഥന്മാർ ഇരുന്ന ശ്രീനാരായണ ഗുരു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നൊക്കെ വലിയ നമ്മളെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയിൽപ്പെട്ട ഒരു മനുഷ്യൻ, കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അദ്ദേഹം എന്തോ ഒരു നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് ഇന്നും നിൽക്കുന്ന മനുഷ്യൻ തുടർച്ചയായി വർഗീയ വിഷം ചീന്തുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ കേസ് എടുക്കുന്ന പോലീസല്ലേ കേരളത്തിലുള്ളത്? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി. APCയുടെ ഒരു രാഷ്ട്രീയകാര്യ സമിതി N സുബ്രഹ്മണ്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ പിറ്റേ ദിവസം പോലീസ് വളഞ്ഞു വെച്ചു ആക്രമിച്ചു. കേരളത്തിനകത്തേക്ക് നിരന്തരമായി വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെതിരെ ഒരു FIR ഇടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? ഇത് കേരളത്തിലെ സാധാ ജനത ചോദിക്കുന്നു. ആ ചോദ്യം കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനത ഒന്നിച്ചണിതിരുന്നുകൊണ്ട് മതേതരത്വത്തിന് വേണ്ടി വോട്ട് ചെയ്തത്. കേരളത്തിലൊരു മതേതരത്വത്തിന്റെ സ്പേസ് ഉണ്ട്. ആ സ്പേസ് നേരത്തെ ഓൺ ചെയ്തിരുന്നത് LDFും UDFും ആയിരുന്നെങ്കിൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ സ്പേസിൽ നിന്ന് LDF പിറകോട്ട് പോയി. കിട്ടാവുന്നിടത്തൊക്കെ സഖ്യമുണ്ടാക്കാൻ വേണ്ടി, കിട്ടാവുന്നിടത്തൊക്കെ വർഗീയത പറയാൻ വേണ്ടി PM ശ്രീ ഒപ്പിട്ട കാലം മുതൽ ഓരോ ഘട്ടത്തിലും വർഗീയവുമായി സന്ധി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് CPM പോയി. ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അയ്യപ്പ സംഗമം നമ്മൾ പറയണ്ടല്ലോ. അയ്യപ്പ സംഗമം നടത്തിയിട്ട് അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ച് ഭഗവത്ഗീത ഉച്ചരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ചേർന്ന് നിന്ന സംഘടനകൾ അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് പിന്നീട് വന്ന അന്വേഷണങ്ങൾ SIT ഒക്കെ വന്നത്.